ഹായ് ജിഡിറ്റ് ഹിയർ ഒരു സാധാരണ സിനിമാ പ്രേമിയുടെ ഫിലിം റിവ്യൂയിലേക്ക് വീണ്ടും സ്വാഗതം. മലയാളം സിനിമ വത്സല ക്ലബ്, സംവിധാനം അനൂഷ് മോഹൻ, അഖിൽ കവലയൂർ, കാർത്തിക് ശങ്കർ, ഗൗരി ഉണ്ണിമായ എന്നിവർ അഭിനയിക്കുന്നു. കൂടാതെ ശ്യാം ശ്രീനിവാസനും ഒരു വളരെ വളരെ ചെറിയ ക്യാമിയോ ഉണ്ട്. ഈ പടം അദ്ദേഹത്തിൻ്റെ തലയിൽ കെട്ടിവെക്കരുത് എന്ന് അപേക്ഷിക്കുന്നു. കാരണം ഓൾറെഡി അദ്ദേഹത്തിൻ്റെ തലയിൽ കുറേ ഫ്ലോപ്പുകളുണ്ട്. ഇത് അദ്ദേഹത്തിൻ്റെ കുറ്റമാണെന്ന് തോന്നുന്നില്ല. തൻ്റേതല്ലാത്ത കുറ്റത്താൽ അഭിനയിച്ചു പോയതാണെന്നാണ് എൻ്റെ വിശ്വാസം. ശ്യാം ശ്രീനിവാസൻ ഫ്ലോപ്പുകൾ തേടി പോകുന്നതാണോ, ഫ്ലോപ്പുകൾ ശ്യാം ശ്രീനിവാസൻ തേടി വരുന്നതാണോ എനിക്ക് ക്ലിയർ ആവുന്നില്ലെങ്കിലും ഇതെങ്ങനെയൊക്കെയോ സംഭവിക്കുന്നു. പക്ഷേ ഇത് അദ്ദേഹത്തിൻ്റെ കുറ്റമല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അദ്ദേഹത്തിൻ്റെ ഫ്ലോപ്പുകളുടെ നിരയിൽ ഇത് കൂട്ടരുത് എന്ന് ഞാൻ അപേക്ഷിക്കുന്നു. ഒരു രീതിയിലും നമുക്ക് സഹിച്ചുകൊണ്ടിരിക്കാൻ പറ്റാത്ത പടം. പോരാത്തതിന് ഇതിൻ്റെ തുടക്കം പൃഥ്വിരാജിന് വോയിസ് ഓവർ ഉണ്ട്. പൃഥ്വിരാജാണ് കഥ അവതരിപ്പിക്കുന്നത്. എനിക്ക് ഏകദേശം ഉറപ്പാണ് പുള്ളി ഈ പടത്തെക്കുറിച്ച് യാതൊരു ബോധ്യമില്ലാതെയാണ് ഇതിന് വോയിസ് ഓവർ കൊടുത്തിരിക്കുന്നത്. പുള്ളിയുടെ വോയിസും പുള്ളിയുടെ സ്റ്റേച്ചറും ഈ പടവും എവിടെ കിടക്കുന്നു, അത് ഗജാന്തര വ്യത്യാസമുണ്ട്. പുള്ളി ഒരു രീതിയിൽ ഇതുമായിട്ട് ബന്ധപ്പെടേണ്ട ആവശ്യമില്ലായിരുന്നു എൻ്റെ അഭിപ്രായം. മല്ലിക സുമൻ അഭിനയിക്കുന്നതുകൊണ്ട് പുള്ളി ഇതിൽ പെട്ടുപോയതാണോ ഇതെനിക്ക് ഉറപ്പില്ല. എങ്കിലും അങ്ങനെ സംഭവിച്ചു പോയി. പൃഥ്വിരാജിന് അബദ്ധം പറ്റി. പടത്തിനെ പറ്റി പറയുകയാണെങ്കിൽ, ഒരു ഗ്രാമം, ആ ഗ്രാമത്തിലെ പ്രധാനപ്പെട്ട കോമ്പറ്റീഷൻ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ആചാരം എന്ന് പറയുന്നത് കല്യാണം മുടക്കലാണ്. കല്യാണം മുടക്കാൻ വേണ്ടി ഒരു ഓർഗനൈസേഷൻ തന്നെ അവിടെ ഉണ്ട്. അവരെ എതിർക്കുന്ന വേറൊരു ക്ലബ്ബാണ് വത്സല ക്ലബ്. കല്യാണം നടത്താൻ നോക്കുന്നവർ കല്യാണം നടത്താതിരിക്കാൻ, കല്യാണം മുടക്കാൻ നോക്കുന്നവർ തമ്മിലുള്ള മത്സരമാണ്. ഇത് ഞാൻ പറയുമ്പോൾ കുറച്ച് ഭംഗിയുള്ളതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്, പക്ഷേ അങ്ങനെയല്ല സംഭവം. അതായത് നമുക്കിപ്പം ഒരു എക്സാമ്പിൾ എടുക്കുവാണെങ്കിൽ, കുഞ്ഞിരാമായണം കണക്കൊരു പടം, അതിൻ്റെ അകത്ത് സാൽസാ ഷാബം കണക്കൊരു തീം, അതിന് ഒരു സൂപ്പർ നാച്ചുറൽ ഫാൻറ്റസി ഉണ്ട്. അതുകൊണ്ടാണ് നമുക്കതിനോട് ഒരു യോജിപ്പ് തോന്നുന്നത്, അല്ലെങ്കിൽ കാണാൻ രസമുള്ളതായിട്ട് തോന്നുന്നത്. അതിൻ്റെ അവതരണവും സംവിധാനവും ഒക്കെ, ബേസിൻ്റെ സംവിധാനവും ഒക്കെ, കഥയും തിരക്ക് പെർഫോമൻസും ഒക്കെ ഉപരിണ്ടായിരുന്നു. അതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ തോന്നുന്നത്. പക്ഷേ ഇത് ആ രീതിയിൽ പറയാൻ പറ്റുന്നൊരു പടമാണെങ്കിലും ആ രീതിയിൽ പറയാൻ പറ്റാത്തൊരു പടമാണ്. കാരണം ഇവരിത് വളരെ റിയലിസ്റ്റിക് ആയിട്ടാണ് അവതരിപ്പിക്കുന്നത്. അതായത് ഇങ്ങനെയൊരു ഓർഗനൈസേഷൻ ഉണ്ടെന്ന രീതിയിൽ, അതായത് കല്യാണം മുടക്കികൾ, സ്വന്തം മക്കളുടെ കല്യാണം പോലും മുടക്കുന്ന അച്ഛന്മാർ ഉൾപ്പെടെ ഉള്ള ഒരു സംഘടന. അവർ ആണ് ഇതിൻ്റെ മെയിൻ, ഈ ഗ്രാമത്തിലെ മെയിൻ ആൾക്കാർ. അവരെല്ലാവരും ആദരിക്കുന്നു, ബഹുമാനിക്കുന്നു, അവരാണ് വലിയ ആൾക്കാർ. അപ്പം ഇത് അവരെന്തുകൊണ്ട് കല്യാണം മുടക്കുന്നോ, അവർ എന്തിന് കല്യാണം മുടക്കുന്നോ, എങ്ങനെ കല്യാണം മുടക്കുന്നോ ഒന്നും ക്ലിയർ അല്ല. പക്ഷെ അവർ വർഷങ്ങളായി കല്യാണം മുടക്കുന്നവരാണെന്നാണ് പറയപ്പെടുന്നത്. എന്നാൽ വളരെ ഈസി ആയിട്ട് ഇതിനെ നേരെ തിരിച്ചും കാണിക്കുന്നുണ്ട് അവസാനം. അപ്പോൾ എന്തോ ആയിക്കോട്ടെ, ഒരു രീതിയിലും നമുക്ക് കണ്ടുകൊണ്ടിരിക്കാൻ പറ്റാത്ത പെർഫോമൻസസും കഥകളും, കഥയും ഡയലോഗ്സിലും. ഡയലോഗ്സ് എന്ന് പറഞ്ഞാൽ വെറുപ്പിക്കൽ എന്ന് പറഞ്ഞാൽ പോരാ. നമുക്ക് ഒരു 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 മനുഷ്യന് കണ്ടുകൊണ്ടിരിക്കാൻ പറ്റുന്നൊരു പരിധി ഉണ്ടല്ലോ. അതായത് ഈ തമാശകൾ എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്, തൂറലിനെ കുറിച്ചുള്ള തമാശകൾ, വളിയെക്കുറിച്ചുള്ള തമാശകൾ, പ്രോസ്റ്റിറ്റ്യൂഷനെ കുറിച്ചുള്ള തമാശകൾ, സെക്സിനെ കുറിച്ചുള്ള തമാശകൾ, പീരിയസിനെ കുറിച്ചുള്ള തമാശകൾ, മാസ്റ്റർബേഷനെ കുറിച്ചുള്ള തമാശകൾ, അങ്ങനെ 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 ഒന്നും പറയണ്ട. പിന്നെ ഒരേ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ ഇത് 1 മണിക്കൂർ 40 മിനിറ്റേ ഉള്ളൂ. അതും അത്രയും സഹിച്ചാൽ മതി. ഞാൻ ചിലപ്പോൾ റിവ്യൂ ചെയ്യാനുള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ ഈ പടം ഒരുപക്ഷെ മൊത്തം ഇരുന്ന് കണ്ടത്. അല്ലാതെ ഇത് സാധാരണ മനുഷ്യന് മൊത്തം ഇരുന്ന് കാണാൻ പാടായിരിക്കും, ബുദ്ധിമുട്ടായിരിക്കും. അല്ലെങ്കിൽ നമ്മൾ ഒരു ഇൻ്റർവെൽ ആകുമ്പോഴോ ആദ്യത്തെ ഒരു 15 മിനിറ്റ് കഴിയുമ്പോഴോ ഇറങ്ങിപ്പോകേണ്ട ഒരു സിനിമയാണ്. അത്രയ്ക്ക് ലോ ക്വാളിറ്റി സിനിമയാണ്, ഭയങ്കര അമച്വറിഷാണ്. പലപ്പോഴും പല സീരിയലുകളെക്കാളും അല്ലെങ്കിൽ സ്കൂൾ പിള്ളേർക്ക് ഷോർട്ട് ഫിലിമുകളെക്കാളും അരോചകം. പിന്നെ കാർത്തിക് ശങ്കർ ഉള്ളത് കൊണ്ടും ഗൗരി ഉണ്ണിമായ ഉള്ളത് കൊണ്ടും കുറച്ച് ഒരു ചെറിയ രീതിയിലുള്ള പ്രൊഫഷണലിസം അതിൽ കാണാം, വളരെ ചെറുത്. പക്ഷേ അതൊന്നും പോരാ. കാരണം അത്രയ്ക്ക് വഷളായിട്ടുള്ള ഒരു സിനിമയാണിത്. അത്രയ്ക്ക് വഷളായിട്ടുള്ള കഥയും തിരക്കഥയും ഡയലോഗ്സും ആണിത്. സാധാരണഗതിയിൽ എൻ്റെ ആലോചനാ രീതിയിൽ ഇത് -1 കൊടുക്കേണ്ടതാണ്. പക്ഷേ റേറ്റിംഗിൽ ബാലൻസ് നിലനിർത്താൻ വേണ്ടി 0 ഔട്ട് ഓഫ് 5 ഫോർ വത്സല ക്ലബ്. നിങ്ങൾക്ക് എൻ്റെ റേറ്റിംഗ്സിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എൻ്റെ യൂട്യൂബ് ഡിസ്ക്രിപ്ഷനിൽ കിടപ്പുണ്ട്. എങ്ങനെ റേറ്റിംഗ് കൊടുക്കുന്നതെന്നുള്ളതിൻ്റെ ഒരു സൂചന അതിൻ്റെ അകത്തുണ്ട്. നോക്കൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.